ഗായ്സ്, അപ്പം ബ്ലാസ്റ്റ് മൂവിയുടെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് അതിലോട്ടൊന്ന് പോവാം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ പുതിയൊരു റിവ്യൂ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബ്ലാസ്റ്റ് മൂവി കണ്ടിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ആയിട്ടാണ് പറയുന്നത്. ഇത് മെയിനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് നമ്മളെ ആക്ഷൻ കിങ് അർജുൻ സർജ ആണ് ഇതിൽ മെയിനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ഇതിൽ പിന്നെ വേറെ നമുക്കെല്ലാം അറിയാം, 90s കിഡ്സിനെ അറിയാമെന്നുള്ള ബെസ്റ്റാണ് ആൾക്കാരാണ്. നമ്മളെ മുതൽവൻ, ജെന്റിൽമാൻ, മുതൽവനൊക്കെ എടുത്ത് വീണ്ടും വീണ്ടും കാണണം നിങ്ങൾ, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത്രയും അടിപൊളി പടമാണ്. അപ്പം ഇതിൻ്റെ ട്രെയിലർ ഞാൻ പേഴ്സണലി കണ്ടിട്ടുണ്ട്. ട്രെയിലർ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇത് കാണണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത് കണ്ട് എങ്ങനെയും നല്ലൊരു പടമായിരിക്കും, അതുകൊണ്ട് തന്നെ എനിക്ക് കാണണം, അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ ചിന്തിച്ച് എന്തായാലും എനിക്ക് കാണണമല്ലോ. ട്രെയിലർ കണ്ടപ്പോൾ അടിപൊളി ട്രെയിലർ, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. പിന്നെ കുറേ പേരിങ്ങനെ പറയുമായിരുന്നു ട്രെയിലർ ഒന്ന് കാണുന്നൊക്കെ. അപ്പോൾ ഫ്രണ്ട്സൊക്കെ പറയുമായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് എന്തായാലും പേഴ്സണലി നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട്, നല്ല ട്രെയിലർ, ഒരു രക്ഷയില്ല. അങ്ങനെ നോക്കിയപ്പം എന്തായാലും തകർത്തൊരു പടം തന്നെ, ഒന്നും പറയാനില്ല. എനിക്ക് അടിപൊളിയായിട്ട് വർക്കായിട്ടുണ്ട്. നമ്മളെ ആക്ഷൻ കിങ്ങിൻ്റെ പടം എന്നൊക്കെ പറയണത് അത് വേറെ ലെവലിൽ തന്നെ. അങ്ങേരെ ഇനി എന്താണ് ചെയ്യേണ്ടത്? അങ്ങേര് വരുമ്പോൾ ഉള്ള ആ ഒരു സ്ക്രീൻ പ്രസൻസും കാര്യങ്ങളൊന്നും വേറെ ഒരു നടനില്ല. അങ്ങനെ തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പം ഇത് എന്താണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് തന്നെ നമ്മൾ ചിന്തിച്ചു പോകും. അത്ര അടിപൊളിയായിട്ടാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. നമ്മളെ പ്രൊഡ്യൂസർ ഇത് ആരും നിങ്ങൾക്കറിയാം, നമ്മളെ ഗോട്ടും പിന്നെ പണ്ടത്തെ ഏജസ് ആയ മെർസലാണോ അതോ വേറെ പടമാണെന്ന് അറിഞ്ഞൂടാ. അത് നമ്മളെ വിജയരെ കൂടെ ഉള്ള ഗോട്ട് കാര്യങ്ങൾ, ഇവരെല്ലാം ഏജിയസ് ആണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ. കൽപ്പാതി എസ് അഗോരാം, കൽപ്പാതി എസ് ഗണേഷ്, അങ്ങനെ. പിന്നെ ഡയറക്റ്റഡ് ബൈ സുഭാഷ് കെ രാജാണ്. അപ്പോൾ ഇതാണ് 28-നാണ് ഇറങ്ങിയത് പടം. അപ്പം സ്റ്റാറിങ് അർജുനും, പിന്നെ ഇതിൽ മെയിനായിട്ടുള്ള നടിമാർ അഭിരാമി, പ്രീതി മുകുന്ദരാണ് ഇതിലെ മെയിൻ നടി. അഭിരാമി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പെൺ ജയറാമിൻ്റെ നമ്മളെ മലയാളി അഭിരാമി. അപ്പം അവരൊക്കെയാണ്. സിനിമറ്റോഗ്രാഫി അരുൺ രാധാകൃഷ്ണനാണ് സിനിമറ്റോഗ്രാഫി ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ എഡിറ്റഡ് പ്രദീപ് ഇ രാഘവ്. ഇത് മെയിനായിട്ട് ഇതിൻ്റെ ആരോ എന്നാണ് പറയണത്, ഇതിൻ്റെ ആരോ ഒരാൾ പ്രദീപ് രംഗനാഥൻ്റെ ആരോ അസിസ്റ്റൻ്റ് കാര്യങ്ങൾ ആരോ ആണ്. അപ്പം അതിൻ്റെ അതേ കൂടുതൽ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം അതിനെപ്പറ്റി അങ്ങനെയാണ് ഞാൻ കേട്ടത്. അപ്പം എന്തൊക്കെ പറഞ്ഞാലും അത് പൊളിച്ചിട്ടുണ്ട്. പിന്നെ മ്യൂസിക് രവി ബസൂർ അണ്ണൻ, എൻ്റെ മോനെ. മ്യൂസിക് എനിക്ക് കാട്ടാളനും പേഴ്സണലി ഇഷ്ടപ്പെട്ട, അടിപൊളിയായിരുന്നു. പിന്നെ രവി ബസൂർ നമുക്ക് അറിയാം, കത്തിക്കും, അത് വേറെ ലെവലാണ്. അതിനെപ്പറ്റി ഞാൻ പറയുന്നുണ്ട്. പിന്നെ AGS എൻ്റർടൈൻമെൻ്റ് ആണ് ഇതിലെ പ്രൊഡക്ഷൻ കമ്പനി. 28-നാണ് മെനിയാന്നാണ് പടം ഇറങ്ങിയത്. ഞാൻ ഇന്നാണ് കണ്ടത്. അപ്പോൾ റണ്ണിങ് ടൈം പറഞ്ഞത് 143 മിനിറ്റ്സ് ആണ്. എന്ന് പറഞ്ഞാൽ ഏകദേശം പടം 2 മണിക്കൂറും 23 മിനിറ്റ് പടം. പിന്നെ തമിഴിലാണ് പടം. പിന്നെ ആക്ഷൻ കിങ് ആണ് ഇതിലെ മെയിൻ, ഇത് അർജുൻ. അപ്പം ഇവരൊക്കെയാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. മോനെ, ഇതിൽ നമ്മളെ ഒരു വില്ലനുണ്ട് ഇതിൽ, അത് ഒരു രക്ഷയില്ല പറയാൻ. ഇപ്പോൾ പിന്നെ ഓരോരുത്തരെ ക്യാരക്ടറായിട്ട് നമുക്ക് എന്തായാലും പോവാം. ഇത് ഒരു കരാട്ട ബേസിലാണ് ഇത് പടം പോകുന്നത്. അതുകൊണ്ട് കരാട്ടെ നൈസാത് കൊണ്ടുപോയി, സ്ക്രിപ്റ്റ് ആയാലും എല്ലാം പക്കയാണ്, അതിനൊന്നും പറയാനൊന്നുമില്ല. എനിക്ക് പേഴ്സണലി നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട്. നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റിയൊരു പടമാണ്. ഇപ്പം നിൽക്കണതിൽ ബെസ്റ്റ് പടം. നല്ല രീതിയിലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു പ്ലോട്ടായാലും കാര്യങ്ങളായാലും നല്ല ഒരു സ്മൂത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാം. എന്തായാലും തകർത്തൊരു പടമെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഒരു രക്ഷയില്ല പടം. പിന്നെ നമുക്ക് ഓരോരുത്തരുടെ അടുത്ത് പോവാം. ആക്ഷൻ കിങ് ഇപ്പോൾ അർജുനാണെങ്കിൽ, ഓ മോനെ, എന്താ അഭിനയിച്ച് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ അവിടെ വരുമ്പോൾ ഉള്ള ഒരു സ്ക്രീൻ പ്രസൻസ് ഉണ്ട് മോനെ. ഓരോ സ്ഥലത്ത് വന്ന് നിന്ന് ഫൈറ്റ് ആയിക്കോട്ടെ കാര്യങ്ങളായിക്കോട്ടെ, എൻ്റെ മോനെ തകർത്തിട്ടുണ്ടെന്ന് തന്നെ പറയാം. അതിലൊരു ഡൗട്ടും ഇല്ല. ഒരു രക്ഷയില്ലാത്ത അഭിനയവും കാര്യങ്ങളും. പണ്ടത്തെ ആ ഒരു ഫൈറ്റ് ഇങ്ങനെ കണ്ടാൽ തന്നെ നമുക്ക് ആക്ഷൻ, നമ്മളെ മുതൽവനൊക്കെ എടുത്ത് കാണും മോനെ. ജെന്റിൽമാനൊക്കെ അടിപൊളി പടമാണ്. ഇങ്ങനെ 90s കിഡ്സിന് എല്ലാവർക്കും അറിയായിരിക്കും. അതുകൊണ്ട് തന്നെ തകർത്തിട്ടുണ്ട്. അർജുൻ പൊളിച്ചിട്ടുണ്ട് പെർഫോമൻസ്. ഒരു കരാട്ടേര ആളായിട്ടാണ് പറഞ്ഞത്. അപ്പം ബാക്കി കൂടുതലൊന്നും പറഞ്ഞ് നിങ്ങളെ ഇതാക്കുന്നില്ല. നിങ്ങളൊക്കെ 2 ദിവസം ആയതേ ഉള്ളൂ. പോയി കണ്ട് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കും.
പിന്നെ അഭിരാമി അമ്മയായിട്ടാണ് ഈ പ്രീതി മോഹൻദാൻ മോള് അങ്ങനെയൊക്കെ ആയിട്ടാണ് പടം വരണത്. അപ്പോൾ ഇത് പൊളിച്ചിട്ടുണ്ട്, ഒന്നും പറയാനില്ല. മോനെ എന്താ ഫൈറ്റ്, എന്താ ഇത് അയ്യോ മോനെ. അഭിരാമിയും പ്രീതി മോഹൻദാൻ്റെ ഫൈറ്റൊക്കെ മോനെ വേറെ ലെവല്. ആക്ഷൻ കൊറിയോഗ്രാഫി അങ്ങനെ കൊടുക്കണം, അത്ര അടിപൊളിയായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. എൻ്റെ മോനെ ഒന്നും പറയാനില്ല, അത്ര തകർത്തിട്ടാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് ഫൈറ്റൊക്കെ. പിന്നെ ഇതിൽ മെയിനായിട്ട് പറയേണ്ട ഒരാളുണ്ട്, നമ്മളെ വില്ലൻ്റെ ഇത് അർജുൻ ചിദംബരം. മോനെ തകർത്തിട്ടുണ്ട്. എബ്രഹാം, ഈ സിനിമയിൽ എബ്രഹാം ആയിട്ടാണ് വരാൻ. മോനെ എൻ്റെ മോനെ അങ്ങനെയൊക്കെ എങ്ങനെയാണിത്, വൻ അഭിനയം, വൻ ഇത്. സെക്കൻഡ് ഹാഫ് കയറി പോകുമ്പോൾ മോനെ തീയാക്കും. അങ്ങേര് പൊളിയാണ്. അങ്ങേര് വേറെ ലെവലായിട്ടാണ് അഭിനയിച്ചത്. അങ്ങേർക്കൊരു നല്ലൊരു കയ്യടി തന്നെ കൊടുക്കണം. ബെസ്റ്റാണ്, ഒന്നും പറയാനില്ല. എനിക്ക് തോന്നുന്നു അങ്ങേര് ഇനിയും കുറേ സിനിമകളിൽ അഭിനയിക്കണം. അത്രയും വില്ലനായിട്ട് അടിപൊളി ഒരു റോളാണ് അങ്ങേര് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങേര് കൊള്ളാം. പിന്നെ ഇതിലെല്ലാം ടെക്നിക്കലി നോക്കണമെങ്കിൽ എല്ലാം. പിന്നെ മ്യൂസിക് നമ്മളെ എലി ബസൂർ മോനെ എന്താ ചെയ്തു വെച്ചിരിക്കുന്നത്. സൈലൻസിൻ്റെ സമയത്ത് സൈലൻസ്, ഒരു ലാസ്റ്റൊക്കെ പോകുമ്പോൾ ഒരു കയറ്റി വിടലുണ്ട്, അതൊക്കെ പൊളിയാണ്. എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത് അടിപൊളിയായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ഇതിൽ കൂടുതൽ പറഞ്ഞ സ്പോയിലൊന്നും ചെയ്യുന്നില്ല. നിങ്ങളെന്തായാലും പടം കണ്ട് അഭിപ്രായം പറയും. ഇതൊക്കെയാണ് ഇതിലെ മെയിൻ. സിനിമറ്റോഗ്രാഫി എല്ലാം പക്കയാണ്. എനിക്കെല്ലാം പേഴ്സണലി ഇഷ്ടമായി. പടം ക്ലൈമാക്സ് ആവട്ട് മെയിൻ. നിങ്ങൾക്ക് ഒരു അടിപ്പടവും കാര്യങ്ങളും എല്ലാം അതിൻ്റെ രീതിയിൽ ഇമോഷണലി നല്ല രീതിയിൽ കണക്ട് ചെയ്യും. അവർ കൊണ്ടുപോകണം തന്നെ നമുക്ക് മനസ്സിലാവും. പയ്യെ കൊണ്ടുപോയി ഇപ്പോൾ കാട്ടാളിൽ അതൊക്കെ ഞാൻ കുറച്ച് മിസ്സായിരുന്നു. ഇമോഷണൽ കണക്ഷൻ കുറച്ച് പോയി കിട്ടി. ഇതിലതില്ല. അത് കൊണ്ടുപോയി എങ്ങനെയാണോ പടം കൊണ്ടുപോകേണ്ടത് അങ്ങനത്തെ രീതിയിൽ തന്നെ കൊണ്ടുപോയി. അപ്പം നമുക്ക് ആ ഒരു രീതിയിൽ കിട്ടും. ആ പടം ഈ പടം ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല രീതിയിൽ സാറ്റിസ്ഫൈ ആണ്. നിങ്ങൾ എന്തായാലും പോയി കണ്ടു നോക്ക്. ഇതൊക്കെയാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. എല്ലാം അടിപൊളിയാണ്. എനിക്കെന്തായാലും പേഴ്സണലി നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട് ഒരു ഹിറ്റ് തന്നെ പ്രതീക്ഷിക്കാം പടം. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഹാപ്പിയാണ്. എനിക്ക് വേണമെങ്കിൽ OTT വന്നാലും നല്ല രീതിയിൽ ഹിറ്റാവും. ഇത് മിക്കവാറും കുറച്ച് നാൾ ഓടാനുള്ള സ്കോപ്പുണ്ട്, ആ പടത്തിലുണ്ട്. അതിൻ്റെ രീതിയിലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അടിപൊളി അഭിനയമാണ് എല്ലാവരും. അപ്പോൾ നിങ്ങളൊക്കെ പോയി കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയും, നിങ്ങൾ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെല്ലൈക്കനും കൂടെ ഓണാക്കി വെച്ചോ, എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി വ്ലോഗുമായിട്ട് വീണ്ടും കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.